ഹലോ ഫ്രണ്ട്സ്, ഓഗസ്റ്റ് 23-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഇത്തവണ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. കാരണം ബേബി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങളുടെ 4ാമത്തെ വിവാഹ വാർഷികമാണ് കേട്ടോ. ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നത് വേറൊരു ദിവസമാണ്, അതായത് ഈ ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. ബിക്കോസ് അന്ന് എനിക്ക് ഇൻട്രോ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയിരുന്നുണ്ടായില്ല, കാരണം ബേബിയൊക്കെ ഉള്ളതുകൊണ്ടിപ്പം ഫുള്ള് ബിസിയാണല്ലോ. സോ ഞാൻ നേരത്തെ തന്നെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഓൺലൈനായിട്ട് വാങ്ങിച്ചു വെച്ചു. കൂടാതെ ദിവ്യേട്ടന് കൊടുക്കാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ പ്ലാൻ ചെയ്തത് ഒരു ഷൂ കൊടുക്കാനാണ്. അപ്പം എനിക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളർ ആൻഡ് പാറ്റേൺ അങ്ങനെയൊക്കെ ആയിരുന്നു. സോ അത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഓൺലൈനിൽ വാങ്ങിച്ച് വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചായിരുന്നു കേട്ടോ. ദെൻ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ തലേന്ന് ഞാൻ ദിവ്യേട്ടന് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ എന്താ പറയണ്ടേ, പാക്കൊക്കെ ചെയ്ത് എഴുതി സെറ്റാക്കി വെച്ചു. ദെൻ ഞാൻ ആ ഗിഫ്റ്റ് എടുത്തിട്ട് ഉറങ്ങുന്ന ദിവ്യേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വെച്ചു കേട്ടോ. ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ഇത് കാണുമ്പോഴുള്ള ഒരു എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ട് വെച്ചത്, ഒരു സർപ്രൈസ് ആയിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ ഒരു മൊമെൻറ്റ് കാണാൻ പറ്റിയിരുന്നില്ല. കാരണം ദിവ്യേട്ടൻ ഇത് പൊളിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. അതുകൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ എടുത്ത് വെച്ചു. അന്ന് ഈവനിങ് ഞങ്ങൾ അറേഞ്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഞാനും ബിന്ദുവേച്ചിയാണ്, ദിവ്യേട്ടൻ ഓഫീസിൽ പോയായിരുന്നു. അപ്പം ഏകദേശം ഞങ്ങൾ ഡെക്കറേഷൻ പരിപാടികളൊക്കെ വൈകുന്നേരത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തു. ബിന്ദുവേച്ചിയാണ് എനിക്ക് ഫുൾ സെറ്റ് ചെയ്ത് തന്നത്. ബലൂണൊക്കെ വീർപ്പിക്കാനും എന്താ പറയണ്ടേ, ആ ഒരു ഏരിയയൊക്കെ സെറ്റാക്കി തന്നതൊക്കെ ബിന്ദുവേച്ചിയായിരുന്നു. അപ്പം ഞങ്ങൾ വിൻഡോ മറയ്ക്കാൻ പെട്ടെന്ന് ഒരു വൈറ്റ് തുണിയൊക്കെ വേണമെന്നുണ്ടായിരുന്നു. അപ്പം എങ്ങനെയൊക്കെയോ 2 മുണ്ടൊക്കെ എടുത്ത് ഞങ്ങൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ബാവ ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ ഡെക്കറേഷൻ പരിപാടികളൊക്കെ തീർക്കാൻ പറ്റി. ഫൈനലി ഡെക്കറേഷൻ പരിപാടികളൊക്കെ തീർന്നിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വലിയതായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം അത്രയും സമയമൊക്കെ ഉള്ളൂ. ദെൻ ദിവ്യേട്ടൻ വൈകുന്നേരം കേക്കൊക്കെ സെറ്റാക്കി വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ കേക്ക് മുറിക്കാൻ നിന്ന്. അപ്പോൾ ഞാനും ഭാവിയും ദിവ്യേട്ടനും കൂടി നിന്ന് ഞങ്ങളുടെ 4th വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് മുറിച്ച് സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. എന്തൊരു സ്പെഷ്യൽ ഫീലിംഗ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും ഞാനും ദിവ്യേട്ടനും മാത്രമായിരുന്നു. ഇന്ന് ഞങ്ങളുടെ സ്വന്തം ഭാവിയും കൂടെ ഞങ്ങളുടെ കൂടെ ഉള്ളതൊരു വളരെ ഒരു പ്രഷ്യസ് മൊമെൻ്റായിട്ട് ഞങ്ങൾക്ക് തോന്നി. എനിവേ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ഇനിയും ഒരുപാട് വെഡ്ഡിങ് ആനിവേഴ്സറികൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾക്കാവട്ടെ എന്ന് ഞങ്ങളിങ്ങനെ മനസ്സിൽ വിചാരിച്ചത് കൊണ്ട് ഈ കൊച്ചു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ വീഡിയോയിൽ. കേക്ക് മുറി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസ് അല്ല ഫോട്ടോസ് എടുത്തായിരുന്നു, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.